ഞാൻ ആദ്യമായാണ് ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും, ക്ഷമിക്കുക. ഇത് ഇത്രയും ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓൺ വോയിസിൽ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ് ആദ്യമായതുകൊണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ പോകുന്നത് മാലേ സിറ്റിയിലേക്കാണ്. മാലദ്വീപ്സിൻ്റെ ക്യാപിറ്റലാണ് മാലേ സിറ്റി. ഈ ബ്രിഡ്ജും അതുപോലെ തന്നെ ഹൈവേയും ബ്രിഡ്ജും കഴിഞ്ഞിട്ടാണ് മാലേ സിറ്റി വരുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ മെയിനായിട്ട് കാരണം കുറച്ച് ദിവസം മുമ്പ് ഒരു റീൽസ് കണ്ടിരുന്നു. അപ്പോൾ ആ റീൽസിൽ അവർ ഇവിടെയുള്ള ആൾക്കാരല്ല, പുറത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ പറഞ്ഞത് ബ്രിഡ്ജ് കഴിഞ്ഞ് മാലേ സിറ്റിയിൽ ഹെൽമെറ്റ് വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും, ഈ ബ്രിഡ്ജ് കഴിയുന്നവരെ ഹെൽമെറ്റ് വയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്താണ് സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് ഹെൽമെറ്റ് വയ്ക്കാൻ അത്ര വലിയ താല്പര്യമില്ലാത്തത് കാരണം കൊണ്ട് അവർ ഹെൽമെറ്റ് ബ്രിഡ്ജ് ഇറങ്ങി കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഊരി വയ്ക്കും. ചില ആൾക്കാർ ഹെൽമെറ്റ് വെച്ച് ഓടിക്കുന്നവരുണ്ട്. മാല ഐലൻഡിലും മാല സിറ്റിയിലും ഹെൽമെറ്റ് വയ്ക്കാൻ നിർബന്ധമില്ല. ഈ പോകുന്ന ഹൈവേയിലും ഈ കാണുന്ന ബ്രിഡ്ജിലും മാത്രമാണ് ഹെൽമെറ്റ് നിർബന്ധമായി വെക്കേണ്ടത്. ഈ ബ്രിഡ്ജ് ഒരു 1-2 കിലോമീറ്റർ ഉണ്ടാവും, പിന്നെ ഹൈവേ ഒരു 5-6 കിലോമീറ്റർ, എല്ലാം കൂടി ഒരു 5-6 കിലോമീറ്റർ കാണും. അതിൽ മാത്രമാണ് ആ കൂടി ഹെൽമെറ്റ് വെക്കേണ്ടത്. മാലേ സിറ്റിയിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഹെൽമെറ്റ് ആവശ്യമുണ്ടെങ്കിൽ വെച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ ഹുൾമാലയിലും വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കാൻ നിർബന്ധമൊന്നുമില്ല. അവർ ആ വീഡിയോയിൽ കാണിച്ചതിൽ അവിടെ ഹുൾമാലയിൽ മാലേ സിറ്റിയിലെ ആൾക്കാർ പോയിട്ട് ഹെൽമെറ്റ് ഊരി വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അവിടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും, ഇവിടെ ക്രിമിനൽസും പിടിച്ചു പറിക്കാരൊക്കെ ഉള്ളത് കാരണം കൊണ്ടാണ് അങ്ങനൊരു നിയമമുള്ളത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ തെറ്റാണ്. എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെയാണ് അവിടെയും. ഇവിടെ അങ്ങനെ ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പോലീസ് പിടിക്കുന്നു അങ്ങനെ പരിപാടികളൊന്നുമില്ല. പ്രശ്നം എവിടെ ഉണ്ടാക്കിയാലും പോലീസ് പിടിക്കാത്ത, അതിപ്പോൾ നാട്ടിലായാലും മാലദ്വീപ്സിലായാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രിഡ്ജ്. ഇത് ബ്രിഡ്ജ് ഇറങ്ങിയപ്പോൾ സിനിമാലെ ബ്രിഡ്ജ്. ഇവിടെ ചൈനേനെ അവർ പറയുന്ന, ഇവിടുത്തെ ആൾക്കാർ പറയുന്ന ചൈന തന്നെയാണ്. സിനിമാലെ പഴയ ആൾക്കാർ പറഞ്ഞെന്ന് തോന്നുന്നു. അതിന് സിനിമാല ബ്രിഡ്ജ് എന്നാണ് പറയുക അതിന്. ഈ ബ്രിഡ്ജിന് ചൈനയുടെ സപ്പോർട്ടിലവർ പണിതിട്ടുള്ള, ചൈനക്കാരാണ് പണിതിട്ടുള്ള ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ ബ്രിഡ്ജ് ഇറങ്ങി. ഇനിയിപ്പോൾ ഇതാണ് മാലേ സിറ്റി. അപ്പോൾ ഇറങ്ങുമ്പോൾ കാണാം ചില ആൾക്കാർ വണ്ടി നിർത്തിയിട്ട് ഹെൽമെറ്റ് ഇവിടെ സൈഡിൽ എടുത്ത് വണ്ടിയിലുള്ളിൽ എടുത്ത് വയ്ക്കുന്നത് കാണാം. ചില ആൾക്കാർ ഹെൽമെറ്റ് വെച്ചിട്ട് തന്നെ വണ്ടി ഓടിക്കുന്നുണ്ടാവും. ഞാനിവിടെ ഒരു 9 വർഷമായി. ഇപ്പോൾ ഈ ബ്രിഡ്ജ് പണിതിട്ടൊരു 7 വർഷമായി കാണും. ഞാൻ സാധാരണ ഹെൽമെറ്റ് വെച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. അതിപ്പോൾ അവിടെയാണെങ്കിലും മാലേ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാലും ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ട് തന്നെയാണ് വണ്ടി ഓടിക്കാറ്. എന്നെ ഇതുവരെ പോലീസൊന്നും പിടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ തെറ്റായ ഇൻഫോർമേഷൻ കൊടുക്കുന്നത് ശരിയല്ല. അത് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണം തോന്നി, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഐലൻഡിലേക്ക്, ഓരോ ഐലൻഡിലേക്ക് പോകാനുള്ള സ്പീഡ് ബോട്ടുകളാണ് സൈഡിൽ നിർത്തിയിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. പിന്നെ ആദ്യമായിട്ട് ഒരു ഓൺ വോയിസിലൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെതായിട്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ക്ഷമിക്കുക. ഓരോരോ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും, അപ്പോൾ അതിന് മാറ്റാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ ഇവിടെയുള്ള ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതുപോലെ സ്കൂട്ടറാണ്. ഹോണ്ട, യമഹ അങ്ങനത്തെ കുറേ സ്കൂട്ടറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ സ്കൂട്ടറാണ്, ഒരു ഹോണ്ടയുടെ ഒരു 150cc ഒരു സ്കൂട്ടർ. ബൈക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് ഇവിടെ. ബൈക്ക് നല്ല ബൈക്കുകളുണ്ട്, ഹാർലി ഡേവിഡ്സനും സൂപ്പർ ബൈക്കും ഡ്യൂക്കാറ്റി എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. പക്ഷെ അത് ഉപയോഗിക്കുന്ന ആൾക്കാർ കുറവാണ് മാത്രം. ഇവിടെയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാനായിട്ട് ഇഷ്ടം ചെറിയ വണ്ടികളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. മാലദ്വീപ്സിനെ പറ്റി കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. മാലദ്വീപ്സിലെ കൾച്ചർ, ഫുഡ്, ഐലൻഡ്സ്, കുറേ സ്ഥലങ്ങളും അങ്ങനെ ഇതൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഈ ഇൻ്റപ്പനൊക്കെ കുറച്ച് നാൾ മുമ്പ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ, ഇതൊന്നും മുമ്പുണ്ടായിരുന്നില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നിടത്ത് ബസ് ടെർമിനൽ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി.